നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കോമഡി ഷോയെ കുറിച്ച് പറയാനാണ്. ഒരു വശത്ത് രാജ്യത്തെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ഭാരതത്തിന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, മറുവശത്തോ രാവിലെ എഴുന്നേറ്റ് വായിൽ തോന്നിയ നുണകൾ വിളിച്ചു പറയുക, കേസാകുമ്പോൾ സോറിക്കത്തും കൊണ്ട് കോടതികളുടെ വരാന്തകളിലൂടെ ഓടുകയോ നിയമക്കുരുക്കിൽ വീഴുകയോ ചെയ്യുന്നത് ഒരു സ്ഥിരം ശീലമാക്കിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതെ, രാഹുൽ ഗാന്ധി വീണ്ടും കോടതിയിൽ പോയി ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തവണ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മകൻ കാർത്തികേയ സിംഗ് ചൗഹാൻ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി ഖേദപ്രകടനം നടത്തിയത്. 2018 മധ്യപ്രദേശിലെ ജാബുവയിൽ ചെന്ന് വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് പാനമ പേപ്പർ അഴിമതിയിൽ ശിവരാജ് സിംഗിന്റെ മകന് പങ്കുണ്ടെന്ന് മൈക്കിലൂടെ വിളിച്ചുകൂവിയ ആളാണ് ഇപ്പോൾ കോടതിയിൽ ചെന്ന് കൈകൂപ്പുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ തമാശ. കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ വക്കീൽ പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? അയ്യോ, ഞങ്ങൾക്ക് ആള് മാറിപ്പോയതാണ്. ഛത്തീസ്ഗഡിലെ രമൺ സിംഗിന്റെ മകന് പകരം മധ്യപ്രദേശിലെ ശിവരാജ് സിംഗിന്റെ മകനായി പോയതാണ്. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പ്രധാനമന്ത്രിയാകാൻ കൊതിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ സംസ്ഥാനം മാറിപ്പോവുക, ആള് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്നതിന് തുല്യമല്ലേ? ഇതാണോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വത? ഒരു വലിയ പൊതുവേദിയിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഇത്തരം വ്യാജമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള മിനിമം വിവേകം പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഈ നേതാവ് കാണിച്ചില്ല എന്നത് എന്ത് മോശമാണ്. രാഷ്ട്രീയത്തിൽ യാതൊരു വികസന അജണ്ടയോ കൃത്യമായ നയങ്ങളോ ഇല്ലാത്തപ്പോൾ നേതാക്കൾ ആശ്രയിക്കുന്ന ഒരേ ഒരു കുറുക്കുവഴിയുണ്ട്: ഹിറ്റ് ആൻഡ് റൺ രാഷ്ട്രീയം. അതായത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വായ തോരാതെ നുണകൾ വിളിച്ചു പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കുക, മാധ്യമ ശ്രദ്ധ നേടുക, പിന്നീട് ആ നുണകൾ പൊളിഞ്ഞ് കോടതികളിൽ നിന്ന് സമൻസ് വരുമ്പോൾ പതുക്കെ ഖേദപ്രകടനവുമായും പിന്നോട്ട് പോവുകയോ നിയമക്കുരുക്കിൽ പെടുകയോ ചെയ്യുക. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നുണകളിൽ കെട്ടിപ്പൊക്കിയ ഒരു കരിയറാണ്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കള്ളപ്രചാരകൻ താനാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നീട് കോടതികളിൽ ചെന്ന് നിലപാട് മാറ്റുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ട്രാക്ക് റെക്കോർഡ് തന്നെയുണ്ട്. കോൺഗ്രസ് പാർട്ടി ഈ നുണകളെല്ലാം കേട്ട് കൈയടിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ്. അതിൽ കുറച്ച് കേസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമതായി റഫാൽ കേസും ചൌക്കിദാർ ചോർഹെ നുണയും. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിഹത്യ ചെയ്യാൻ സുപ്രീം കോടതിയെ പോലും രാഹുൽ കരുവാക്കി. സുപ്രീം കോടതി തന്നെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞുവെന്ന് രാജ്യത്തുടനീളം കള്ളം പ്രചരിപ്പിച്ചു. ഒടുവിൽ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി കടുത്ത താക്കീത് നൽകിയപ്പോൾ ജയിലിൽ പോകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ 3 പേജുള്ള ഒരു സത്യവാങ്മൂലവുമായി ചെന്ന് ഞാൻ നിരുപാധികം മാപ്പപേക്ഷിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് നൽകി കൈകൂപ്പി രക്ഷപ്പെടുകയായിരുന്നു ഈ നേതാവ്. അന്ന് സുപ്രീം കോടതിയോട് കാണിച്ച ഈ വഞ്ചനയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നിലം പരിശാക്കിക്കൊണ്ടാണ് മറുപടി നൽകിയത്. അടുത്തതായി RSSനെതിരെ നടന്ന വിഷപ്രചാരണമാണ്. മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന് പങ്കുണ്ടെന്ന് പ്രസംഗിച്ച രാഹുൽ കേസ് കോടതിയിലെത്തിയപ്പോൾ പതിവ് പോലെ മലക്കം പറഞ്ഞു. താൻ RSS എന്ന പ്രസ്ഥാനത്തെ മുഴുവനായി പറഞ്ഞതല്ലെന്ന് പറഞ്ഞ് കോടതിയിൽ സ്വന്തം വാക്കുകളെ വിഴുങ്ങി തടിയൂരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരു സംഘടനയെയും ലക്ഷക്കണക്കിന് വരുന്ന അതിന്റെ പ്രവർത്തകരെയും അപകീർത്തിപ്പെടുത്താൻ നോക്കിയിട്ട് ഒടുവിൽ കോടതിയിൽ വള്ളിപുള്ളി തെറ്റാതെ തിരുത്തി പറയേണ്ടി വന്നു. മോദി സമുദായത്തെ അധിക്ഷേപിച്ച കേസ് കൂടിയുണ്ട് ഈ നുണവീരന്. എല്ലാ കള്ളന്മാർക്കും മോദി എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് ഒരു വലിയ പിന്നാക്ക സമുദായത്തെ മുഴുവൻ പരസ്യമായി അധിക്ഷേപിച്ചപ്പോൾ ഗുജറാത്തിലെ സൂറത്ത് കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. അന്ന് ഞാൻ മാപ്പ് പറയില്ല എന്ന് വലിപ്പത്തിൽ പ്രസ്താവന ഇറക്കി വലിയ വീരവാദം മുഴക്കിയ രാഹുൽ സ്വന്തം അഹങ്കാരം കാരണം MP സ്ഥാനം വരെ തെറിച്ചു പോകുന്ന നാണം കെട്ട അവസ്ഥയിലാണ് ചെന്നെത്തിയത്. ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിച്ചിട്ടും അതിൽ തെറ്റില്ല എന്ന് വാദിക്കുന്ന അഹങ്കാരത്തിന്റെ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടേത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ഹൃദയത്തിൽ തൊട്ട് ആലോചിച്ച് നോക്കൂ. ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര പോലും ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകരുതോ? പ്രസംഗവേദിയിൽ കിട്ടുന്ന മൈക്കിലൂടെ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം, പിന്നീട് കോടതിയിൽ ചെന്ന് മാപ്പ് പറയാം, അല്ലെങ്കിൽ ആള് മാറിയതാണെന്ന് ന്യായീകരിക്കാം എന്നതാണോ രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യം? ഇത് രാജ്യത്തോടും രാജ്യത്തെ നിയമവ്യവസ്ഥയോടുമുള്ള ശുദ്ധമായ പരിഹാസമല്ലേ? ഇങ്ങനെയുള്ള ഒരാളെയാണോ ഈ രാജ്യം വിശ്വസിക്കേണ്ടത്? ഇവിടെയാണ് നമ്മൾ ഭാരതത്തിന്റെ അഭിമാനമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും BJPയെയും നെഞ്ചോട് ചേർക്കേണ്ടത്. കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെയായി നരേന്ദ്രമോദിജി ഈ രാജ്യം ഭരിക്കുന്നു. പ്രതിപക്ഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ ഉന്നയിക്കാത്ത ആരോപണങ്ങളുണ്ടോ? വ്യക്തിപരമായി എത്രത്തോളം ക്രൂരമായാണ് അവർ അദ്ദേഹത്തെ വേട്ടയാടിയത്?
ചായ്വാല എന്ന് വിളിച്ച് ആക്ഷേപിച്ചു, മൗത് കാ സൗദാഗർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു, നീചൻ എന്ന് വിളിച്ചു. എന്നാൽ ഒരു ആരോപണത്തിന് മുന്നിലും നരേന്ദ്രമോദിജി തളർന്നിട്ടില്ല, ഒളിച്ചോടിയിട്ടില്ല, ആർക്കെതിരെയും കള്ളപ്രചാരണം നടത്തിയിട്ടുമില്ല. കാരണം മോദിജിയുടെ കൈകൾ ശുദ്ധമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നുണകളിലല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ വികസനത്തിലും ഭാരതത്തിന്റെ അഖണ്ഡതയിലുമാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഭരണാധികാരിയെ നുണകൾ കൊണ്ട് നേരിടാൻ നോക്കിയാൽ ജനങ്ങൾ അത് വെച്ചു പൊറുപ്പിക്കില്ലെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. മോദിജി രാജ്യത്തെ ലോകത്തിന്റെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ ഡിജിറ്റൽ ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയും അതിവേഗ പാതകളും വികസിപ്പിക്കുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്താണ് ചെയ്യുന്നത്? രാവിലെ എഴുന്നേൽക്കുക, ചായ കുടിക്കുന്നതിനൊപ്പം പുതിയൊരു നുണ കണ്ടുപിടിക്കുക, അത് വലിയ വാർത്തയാക്കുക, ഒടുവിൽ കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോൾ വക്കീലന്മാരെയും കൂട്ടി ഖേദപ്രകടനത്തിന് പോവുക. രാഹുൽ ഗാന്ധി തന്റെ പേരിനൊപ്പം സോറി ഗാന്ധി എന്ന് കൂടി ചേർക്കുന്നതാവും ഇനി ഏറ്റവും നല്ലത്. ഈ രാജ്യത്തെ യുവാക്കൾക്കും കർഷകർക്കും വേണ്ടി പുതിയ പദ്ധതികൾ മോദി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെയെല്ലാം തുരങ്കം വെക്കാൻ കള്ളക്കഥകൾ മെനയുകയാണ് പ്രതിപക്ഷം. ഈ രാജ്യം ഇന്ന് വളരെ കൃത്യമായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ആരാണ് രാജ്യത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നതെന്നും ആരാണ് വെറും ട്വിറ്റർ രാഷ്ട്രീയവും നുണപ്രചാരണങ്ങളും നടത്തി രാജ്യത്തെ അപമാനിക്കുന്നതെന്നും. രാഹുൽ ഗാന്ധിയുടെ ഓരോ ഖേദപ്രകടനവും മാപ്പപേക്ഷയും രാജ്യത്തെ ജനങ്ങളോടുള്ള കോൺഗ്രസിന്റെ വഞ്ചനയുടെയും പരാജയത്തിന്റെയും സാക്ഷ്യപത്രമാണ്. നുണയുടെ രാഷ്ട്രീയത്തിന് ആയുസ് കുറവാണെന്നും സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരതം മുന്നോട്ട് തന്നെ കുതിക്കുമെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. നുണയന്മാർ തോറ്റുകൊണ്ടേയിരിക്കും, ഭാരതം ജയിച്ചുകൊണ്ടേയിരിക്കും.